Hi guys, and welcome to Geoids, the Hindu Decode session. അപ്പോൾ നമ്മുടെ പുതിയൊരു കറണ്ട് അഫെയർസ് ഇനീഷ്യേറ്റീവ് ആണല്ലേ, പുതിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. സോ നമ്മളിന്ന് നാല് ന്യൂസസ് ആയിരിക്കും മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലത്തെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് COVID-19 ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, മിസ്ഇൻഫർമേഷൻ ബിഗർ ത്രെഡ് ദാൻ COVID-19 അപ്റ്റിക്. സോ ഇതിൻ്റെ പ്രിലിംസ് റെലവൻസ് എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം കറണ്ട് അഫെയർസ് ആണ്. ഓക്കെ, കറണ്ട് അഫെയർസും അതേപോലെ തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പോവർട്ടി, ഇൻകൾഷൻ, ഡെമോഗ്രാഫിക്, സോഷ്യൽ സെക്ടർ ഇനീഷ്യേറ്റീവ്. സോ ആ ഒരു ജോണറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. ആൻഡ് മെയിൻസിലാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 2 അണ്ടറിൽ വരുന്നതാണ്, വിച്ച് ഈസ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ദി ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സോഷ്യൽ സെക്ടേഴ്സ് ഓർ സർവീസസ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. So let's look into the background of this news. സോ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ COVID-19 കേസസ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു 2025 മെയ് പകുതിയോട് കൂടിയിട്ട് ഒരുപാട് കേസസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മുമ്പൊക്കെ വളരെ കുറച്ച് കേസസ് മാത്രമേ ഓരോ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ 100-ലധികം കേസസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സീവേജ് വാട്ടർ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ, അതായത് ഒരു വാട്ടർ സർവൈലൻസ് നടത്തുമ്പോൾ അതിലും വൈറസിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ വിച്ച് കൺഫേംസ് ദി ഇൻക്രീസ്. പിന്നെ നമ്മുടെ വേറെ അതർ കൺട്രീസ്, ഏഷ്യയിലുള്ള ഇപ്പോൾ സിംഗപ്പൂർ ആണെന്നുണ്ടെങ്കിലും ഹോങ്കോങ് ആണെന്നുണ്ടെങ്കിലും തായ്ലാൻഡ്, സൗത്ത് കൊറിയ, ഇവിടെയും ഇതേപോലത്തെ ഒരു സിമിലർ റൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടുത്തെ ഒരു മെയിൻ വേരിയന്റ് എന്ന് പറയുന്നത്, ഈ ഒരു റൈസിന് കോസ് ചെയ്യുന്ന മെയിൻ വേരിയന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ JN.1 ആണ്, വിച്ച് JN.1. സോ ഇയാളാണ് പ്രശ്നക്കാരൻ ഇവിടെ. ഓക്കെ, സോ ഈ ഒരു വേരിയന്റ് ആണ് ഈ ഒരു റൈസ് ഇപ്പോൾ കേസസ് കൂടിക്കൊണ്ടിരിക്കുന്നതിന് കാരണം ഇതാണ്. ഇതിനെ വേറൊരു പേരും കൂടി വിളിക്കും, വിച്ച് ഈസ് പിറോള എന്നുകൂടി ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ വേർഷൻ ഓഫ് ദി ഒമിക്രോൺ വേരിയന്റ്. ആൻഡ് ഇത് നമ്മുടെ ഓഗസ്റ്റ് 2023 തൊട്ട് തന്നെ എയറിലുണ്ട്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് എ വേർഷൻ ഓഫ് ഒമിക്രോൺ വേരിയന്റ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ അറൌണ്ട് സിൻസ് ഓഗസ്റ്റ് 2023. സോ ഇത് ഇന്ത്യയിൽ അപ്പിയർ ചെയ്യാൻ തുടങ്ങിയത് നമുക്ക് പറയാം ഏകദേശം ഒരു 2023 അവസാനത്തോട് കൂടിയിട്ട് ഒരു ഡിസംബർ അല്ലെങ്കിൽ ഒരു നവംബർ ആ ഒരു ടൈമിലാണ് ഈ സാധനം കൂടുതലായിട്ട് അപ്പിയർ ചെയ്യാൻ തുടങ്ങിയത്. സോ വേറെ പുതിയ വേർഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഈ വൈറസിന്റെ പുതിയ വേർഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതായത് അവിടുത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് LF.7 ആണ്, അതേപോലെ തന്നെ NB.1.8. സോറി. സോ ഇവരെയൊന്നും നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെക്കേണ്ട, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ ഒരു ഫെമിലിയാരിറ്റി ഒന്ന് വെച്ചാൽ മതി. ഇത് എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുതിയ വൈറസിന്റെ വേർഷൻസ് ആണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ, ആ ഒരു ടൈമിൽ നമുക്കൊന്ന് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, സോ ഇവരും ഇപ്പോൾ അപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് സോഫാർ ദേ ഡോണ്ട് സീംസ് ടു മേക്ക് പീപ്പിൾ സിക്കർ ദാൻ JN.1. ഇവനാണ് മെയിൻ ഡേഞ്ചർ. സോ ഇവർ രണ്ടുപേരും അത്ര അപകടകാരികളല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. സോ ഇൻ ഷോർട്ട്, ഈ ഒരു കേസസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, മെയിൻലി ഡ്യൂ ടു ദി വേർഷൻ ഓഫ് ഒമിക്രോൺ. സോ പുതിയ വേർഷൻസും വരുന്നുണ്ട് ആൻഡ് നമ്മളത് കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ബട്ട് ആർ ഇൻ കോസിങ് മോർ സിവിയർ ഇൽനെസ് യെറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു മിനിറ്റ്. സോ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ, ഈ ഒരു COVID-19 എന്ന് പറയുന്നത് ലൈക്ക് ഇതൊക്കെ ഒരു കോമൺ വൈറസ് പോലെ ആയി തുടങ്ങി അല്ലേ. നമ്മുടെ ഫ്ലൂ ഒക്കെ പോലെ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം പൊന്തി വരുന്നുണ്ട്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. ഇറ്റ് ഡസൻറ്റ് ഗോ എവേ കംപ്ലീറ്റ്ലി ആൻഡ് ക്യാൻ കം ബാക്ക് ഡ്യൂറിങ് സർട്ടൻ സീസൺസ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഈ ഒരു COVID-19 കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ചെറിയ വേവ്സ് ഒരു 8-9 മാസത്തിന്റെ ഗ്യാപ്പിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു 2023 തുടക്കത്തിൽ വേറൊരു വേരിയന്റ് വന്നിരുന്നു. അതിന്റെ പേരാണ് XBB.1.16. സോ ഈ ഒരു വേരിയന്റ് 2023 തുടക്കത്തിൽ വന്നിരുന്നു. ഓക്കെ, പിന്നെ ഡിസംബർ 2023 തൊട്ടിട്ട് ജനുവരി 2024 വരെ ആ ഒരു വേവ് കണ്ടു. ജൂലൈ തൊട്ട് ഓഗസ്റ്റ് ആ ഒരു ടൈം 2024 കണ്ടു. ഇപ്പോൾ മെയ്യിൽ നമുക്കിതിപ്പോൾ 2025 മെയ്യിൽ ഇതിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്.
ഓക്കെ, സോ ഈ ഒരു വേവ്സ് ഒരു 8-9 മാസത്തിന്റെ ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു വേവ്സ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ബീൻ മൈൽഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മ്യൂട്ടേഷനും ഇതിൻ്റെ ഒരു വേരിയൻസിനെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ COVID-19 എന്നുള്ളത് ഒരു RNA വൈറസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഈ ഒരു RNA വൈറസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് മ്യൂട്ടേറ്റ് ചെയ്യും. അതായത് ഇറ്റ് ചേഞ്ചസ് എ ലോട്ട്. ഓക്കെ, വിച്ച് മീൻസ് ഇറ്റ് ചേഞ്ചസ് എ ലോട്ട്, മ്യൂട്ടേറ്റ്സ് മോർ. അതാണ് ഈ ഒരു RNA വൈറസിന്റെ ഒരു സ്പെഷ്യാലിറ്റി COVID-19ന്റെ. സോ ഈ ഒരു മ്യൂട്ടേഷൻ വേറെ സബ് വേരിയൻസിന് ഉണ്ടാക്കും. ഓക്കെ, സബ് വേരിയൻസ് വേറെ കുറച്ച് സബ് വേരിയൻസ് നമ്മൾ പറഞ്ഞു. എന്നാലും നേരത്തെ മെൻഷൻ ചെയ്ത ഈ ഒരു JN.1 അല്ലെങ്കിൽ LF.7 എന്നുള്ള കുറച്ച് സബ് വേരിയൻസിന് ഇവരുണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഈ വേരിയൻസ് ഇവർക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, ദേ ക്യാൻ സ്പ്രെഡ് മോർ ഈസിലി. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇമ്മ്യൂണിറ്റിയെ ഇവർക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അതായത് ദേ ക്യാൻ എസ്കേപ്പ് അവർ ഇമ്മ്യൂണിറ്റി എ ബിറ്റ് ഈവൺ ഇഫ് ദേ ഡോണ്ട് കോസ് മോർ സിവിയർ ഇൽനെസ്. ഓക്കെ, സോ നമുക്ക് ഇപ്പം നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു റൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. സിമിലർ ആയിട്ട് നമ്മുടെ ഇന്ത്യയിലും അതേപോലെ തന്നെ വേറെ അടുത്തുള്ള കൺട്രീസിലൊക്കെ ഈ ഒരു സിമിലർ കേസസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിൻ്റെ ടെസ്റ്റിങ്ങും അതേപോലെ COVID-19 മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ദിസ് മീൻസ് മോർ കേസസ് ആർ ബീങ് ഡിറ്റക്റ്റഡ് അല്ലേ, ഇഫ് ദി ആക്ച്വൽ നമ്പർ ഓഫ് ഇൻഫെക്ഷൻസ് ഈസ് ഇൻ റൈസിങ് ഷാർപ്ലി. ആൻഡ് സോ COVID-19 എന്ന് പറയുന്നത് ഇതൊരു സീസണൽ വൈറസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ജീവിക്കാൻ തയ്യാറായിട്ടിരിക്കുക. ഓക്കെ, അല്ലാണ്ടൊരു ഇനിയൊരു ലോക്ക്ഡൗണിലേക്കൊന്നും പോകാൻ പറ്റൂലല്ലോ. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളൊന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ അല്ലേ. സോ സ്മോൾ വേവ്സ് കീപ്പ് കമ്മിങ് എവറി ഫ്യൂ മന്ത്സ്. അതേപോലെ തന്നെ ന്യൂ വേരിയൻസ് വരുന്നുണ്ട്. അത് ഇതിൻ്റെ സ്പ്രെഡിനെ കുറച്ചും കൂടി സ്പ്രെഡ് ആവും. And better monitoring means we are watching more of it, but so far it's not causing severe illness in most people. സോ നമ്മൾ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഇത് കോമൺ ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ പറയില്ലേ മറ്റേ എന്താണ്, ഭയം വേണ്ട ജാഗ്രത മതി. സോ അതാണ്. So there is no scientific reason to give more COVID-19 vaccine doses right now for most people. So ഇനി പുതിയതായിട്ട് വാക്സിനും കാര്യങ്ങളും ആൾക്കാരൊക്കെ 2 വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ 2-ൽ കൂടുതൽ വാക്സിനും ഡോസസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. സോ ഇപ്പോൾ കറൻ്റ്ലി there is no scientific reason to give more vaccines right now. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഒന്ന് പറഞ്ഞ പോലെ തന്നെ 2 ഡോസും 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡോസസ് ആൾക്കാർ എടുത്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഒമിക്രോൺ ഇൻഫെക്ഷൻസ് ഒക്കെ ഇല്ലേ, ഒരുപാട് ആൾക്കാർക്ക് ഒമിക്രോൺ ഇൻഫെക്ഷൻസ് ഈ ഇടയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഡ്യൂറിങ് ഒരു 2020 ഡിസംബർ 2022 അല്ലെങ്കിൽ ജനുവരി 2023 ഈ ഒരു ഗ്യാപ്പിൽ ഒരുപാട് ആൾക്കാർക്ക് ഒമിക്രോൺ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഒമിക്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു COVID-19ന്റെ വേറൊരു വേരിയന്റ് ആണ്. സോ ഇത് ആദ്യമായിട്ട് ഇത് വന്നത് ആ ഒരു 2021 അവസാനത്തോട് കൂടിയിട്ടാണ്. ആൻഡ് ഇറ്റ് ക്വിക്ലി സ്പ്രെഡ് അറൌണ്ട് ദ വേൾഡ്. സോ ഇറ്റ് ചേഞ്ച് ദ വേ ദ വൈറസ് സ്പ്രെഡ്സ്. ഓക്കെ, ഇത് കുറച്ചും കൂടി സ്പീഡായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യും. ആൻഡ് ഇത് യൂഷ്വലി ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഇൽനെസ്സേ ആൾക്കാരിൽ ഉണ്ടാക്കുള്ളൂ. ഓക്കെ, ആ ഒരു ഏർലിയർ വേരിയന്റ് വളരെ മൈൽഡ് ആയിട്ടുള്ള ഇൽനെസ്സേ ആൾക്കാരിൽ ഉണ്ടാക്കുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 2022 ഡിസംബർ തൊട്ടിട്ട് ജനുവരി 2023 വരെ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ഗോട്ട് ഇൻഫെക്റ്റഡ് വിത്ത് ദി ഒമിക്രോൺ ഓർ ഇറ്റ് സബ് വേരിയന്റ്. നമ്മൾ പറഞ്ഞ ഒരു JN.1 ഇല്ലേ, സോ അത്. സോ ഇത് കാണിക്കുന്നത് ദിസ് മീൻസ് ദാറ്റ് ഈവൺ ഇഫ് സംവൺ ഡിഡ്ന്റ് ഗെറ്റ് എ റീസൺ വാക്സിൻ, ആരെങ്കിലും ഈ അടുത്ത് വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ ബോഡി അത് പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ഹൗ ടു ഫൈറ്റ് ദ വൈറസ് എന്നുള്ളത് നമ്മളെ ബോഡി പഠിച്ചിട്ടുണ്ട് ഫ്രം ദി പാസ്റ്റ് ഇൻഫെക്ഷൻസ്. സോ ഇത് വാട്ട് ഡസ് ദാറ്റ് മീൻ ഫോർ നൗ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഇഫ് യു ഗോട്ട് COVID-19 വാക്സിൻസ് ആൻഡ് ഓർ ഹാഡ് ആൻ ഒമിക്രോൺ ഇൻഫെക്ഷൻ ബിഫോർ, then your immune system remembers how to fight the virus. ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അറിയാം ഈ വൈറസിനെതിരെ എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന്. എസ്പെഷ്യലി ആ ഒരു പുതിയൊരു സിമിലർ വേരിയന്റിന്റെ കാര്യം പറഞ്ഞില്ല, ഈ ഒരു JN.1 അവനാണ് മെയിൻ അപകടകാരി. ഓക്കെ, സോ യു മൈറ്റ് സ്റ്റിൽ ഗെറ്റ് ഇൻഫെക്റ്റഡ് ബട്ട് യുവർ ഇൽനെസ് ഈസ് ലൈക്ലി ടു ബി മൈൽഡ്. സോ ഇവിടെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ഈ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പ്, അതായത് വയസ്സായവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ അവരൊക്കെ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. സോ ദേ മസ്റ്റ് സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ദി വാക്സിൻസ് അറ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദെയർ ഏജ് ആൻഡ് ഓൾസോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാമായിട്ടിരിക്കുക. ഓക്കെ, സോ സ്റ്റേ ഇൻഫോംഡ്. പാനിക് സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കുക. സോ അവോയ്ഡ് പാനിക് ആൻഡ് മിസ്ഇൻഫർമേഷൻ കഴിയുന്നതും സ്പ്രെഡ് ചെയ്യാതിരിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കാണുന്ന സാധനങ്ങൾ വെറുതെ അങ്ങോട്ട് ഷെയർ ചെയ്ത ആൾക്കാരുടെ ഇടയിൽ ഒരു പാനിക് ഉണ്ടാക്കരുത്. ഓക്കെ, സോ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഹെൽത്ത് അപ്രോച്ചാണ് നമ്മളിവിടെ സ്വീകരിക്കേണ്ടത്. സോ അതാണ്, ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫിയർ അല്ലേ. സോ റൈറ്റ് നൗ ഈ ഒരു പാനിക്കും അതേപോലെ തന്നെ ഫാൾസ് ഇൻഫർമേഷനും ആണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു JN.1 അപകടകാരികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഫാൾസ് ഇൻഫർമേഷനും അല്ലെങ്കിൽ ഈ ആൾക്കാരുടെ ഇടയിൽ ഈ ഫാൾസ് ഇൻഫർമേഷൻ കൊണ്ട് പാനിക് സൃഷ്ടിക്കുന്നതാണ് ഒരു ബിഗർ പ്രോബ്ലം. ഓക്കെ, it is actually a bigger risk than a virus itself. So most people are still well protected, and the current rise in cases is very mild. So focus on the fact that focus on facts protects the vulnerable, and don't panic. Okay, സോ ആ ന്യൂസ് കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് we look on to the strengthening the US-India subsea cable agenda. സോ ഇത് ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ നമുക്കറിയാം GS പേപ്പർ 3 വരുന്നതാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, പോർട്ട്, റോഡ്, എയർപോർട്ട്, റെയിൽവേസ് എക്സെട്ര. സോ ഫസ്റ്റ് വിൽ ലുക്ക് ഓൺ ടു ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് ന്യൂസ്. സോ ഇപ്പോൾ നമ്മൾ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, നമ്മളിപ്പോൾ ഇന്ത്യയും US-ഉം കൂടിയിട്ട് ദേ ആർ വർക്കിംഗ് മോർ ക്ലോസ്ലി അല്ലേ. ദേ ആർ വർക്കിംഗ് മോർ ക്ലോസ്ലി ടുഗെദർ. അതായത് എസ്പെഷ്യലി ടെക്നോളജിയും അതേപോലെ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആ ഒരു മേഖലകളിലൊക്കെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനെറ്റിൻ്റെ കാര്യമായാലും ഡാറ്റ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രോണിക്സ്, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ വളരെ ആ ഒരു തൊട്ടടുത്ത ബന്ധമാണ് നമ്മളിപ്പോൾ US-ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സോ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഇസ് ടു ക്രിയേറ്റ് എ സേഫ്, സ്ട്രോങ് ആൻഡ് റിലയബിൾ ടെക്നോളജിക്കൽ സിസ്റ്റം ഫോർ ബോത്ത് കൺട്രീസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. വളരെ സേഫ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള ടെക്നോളജിക്കൽ സിസ്റ്റം ഇരു രാജ്യങ്ങൾക്കും ഓക്കെ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ട്രസ്റ്റ് ഫ്രെയിംവർക്കിനെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് അല്ലേ. സോ ഒരു TRUST ട്രസ്റ്റ്. സോ ഇതിൽ T for ടെക്നോളജി, R for റെസീലിയൻസ് ആൻഡ് ഓപ്പൺ ആൻഡ് യൂണിഫൈഡ് സെക്യൂരിറ്റി ആൻഡ് ട്രസ്റ്റ്. ഓക്കെ, സോ അതാണ് ഈ ഒരു ട്രസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ട്രസ്റ്റ് ഫ്രെയിംവർക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. സോ ഇറ്റ് ഈസ് ബിൽഡ് ഓൺ ആൻ ഏർലിയർ എഗ്രിമെൻറ്റ്. ഓക്കെ, ഇതിനു മുമ്പ് ഒരു ICET, അതായത് ഇനീഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിങ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഏർലിയർ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ മേലെയാണ് ഇപ്പോൾ ഈ ഒരു ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ടെക്നോളജി സപ്ലൈ ചെയിൻസിൽ, അതായത് കമ്പ്യൂട്ടർ ചിപ്സ് ആണെന്നുണ്ടെങ്കിലും ഡാറ്റ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ചൈനയ്ക്കുള്ളൊരു പണിയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ കോമൺ ആയിട്ടുള്ള ശത്രുവാണ് ചൈന അല്ലേ. സോ ചൈനേനെ ഒരു റിസ്കി കൺട്രി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ചൈനയുടെ മേലെയുള്ള നമ്മുടെ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ US-ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദി ഐഡിയ ഈസ് ടു മേക്ക് ഗ്ലോബൽ ടെക്നോളജി സപ്ലൈ ചെയിൻസ് ലൈക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ചിപ്സും ഡാറ്റ സിസ്റ്റം ഈ ഒരു സെക്ടറുകളിലൊക്കെ ചൈനയുടെ അടുത്തുനിന്നുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് നമ്മൾ കുറയ്ക്കുക. ഓക്കെ, ലെസ് ഡിപ്പെൻഡൻ്റ് ഓൺ റിസ്കി കൺട്രീസ്, എസ്പെഷ്യലി ചൈന. സോ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോയോ. നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ ഒരു സബ്സി കേബിളാണ്. സോ അതിൻ്റെ കാര്യം എടുക്കുമ്പോൾ സബ്സി കേബിൾസ് എന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ കടലിൻ്റെ അടിയിലുള്ള അണ്ടർസീ വയേഴ്സ് ആണ്. ഓക്കെ, ഇവരാണ് വേൾഡിൽ ഇൻ്റർനെറ്റിൻ്റെയും അതേപോലെ ഡാറ്റ ട്രാഫിക്കും. സോ ദേ ക്യാരി ഓവർ 95% ഓഫ് ദ വേൾഡ്സ് ഇൻ്റർനെറ്റ് ആൻഡ് ഡാറ്റ ട്രാഫിക്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഈ ഒരു സബ്സി കേബിൾസ് ആണ്, വിച്ച് ആർ അണ്ടർസീ വയേഴ്സ്. ഓക്കെ, ദാറ്റ് ക്യാരി ഓവർ 95% ഓഫ് ദ വേൾഡ്സ് ഇൻ്റർനെറ്റ് ആൻഡ് ഡാറ്റ ട്രാഫിക്.
സോ ചൈന ഇതേപോലത്തെ ഒരുപാട് കേബിൾസ് ഒക്കെ ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ഡിജിറ്റൽ സിൽക്ക് റോഡ് പ്രൊജക്ട് എന്നൊക്കെയാണ് പറയുന്നത്. സോ ചൈനയുടെ ആ ഒരു സിൽക്ക് റോഡ് എന്താണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഇവിടെ ഈ ഒരു കേബിൾസ് വഴി ഇവർ പ്ലാൻ ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ സിൽക്ക് റോഡാണ്. സോ ആ ഒരു എന്താ പറയുക, ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ചൈന പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ ചൈനേനെ അങ്ങനെ വളരാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ. So now India and US wants to build their own secure undersea cables. ഓക്കെ, സോ അപ്പോൾ നമ്മൾ US കൂടി ചേർന്നിട്ട് നമുക്ക് വേണ്ടി കുറച്ചും കൂടി ഒരു ട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്നിട്ടൊരു വി ആർ ട്രൈങ് ടു ബിൽഡ് അവർ ഓൺ സെക്യൂർ അണ്ടർസീ കേബിൾസ് റൈറ്റ് നൗ. സോ ഇതൊരു ട്രസ്റ്റഡ് ഓൾട്ടർനേറ്റീവ് ആണല്ലേ, ചൈനയുടെ ഈ ഒരു സിസ്റ്റത്തിനെതിരെയുള്ള ഒരു ട്രസ്റ്റഡ് ഓൾട്ടർനേറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഇന്ത്യയും യുഎസും തമ്മിൽ വി ആർ ടീമിങ് അപ്പ് അല്ലേ. നമ്മൾ വി ആർ ഷെയറിങ് ആൻഡ് ബിൽഡിങ് സേഫ് ടെക്നോളജി ടുഗെദർ. അതേപോലെ തന്നെ നമ്മൾ ഡാറ്റ സിസ്റ്റംസ് ഒക്കെ കൂടുതൽ സെക്യൂർ ആക്കുന്നുണ്ട്. ചൈനയുടെ അടുത്തുള്ള ഒരു എസ്പെഷ്യലി ചൈനയുടെ ഡിജിറ്റൽ നെറ്റ്വർക്സിലുള്ള ആ ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. ഓക്കെ, ആൻഡ് വി ആർ ഗോയിങ് ടു വി ആർ പ്രൊട്ടക്ടിങ് ഗ്ലോബൽ ഇന്റർനെറ്റ് ട്രാഫിക് ത്രൂ ട്രസ്റ്റഡ് അണ്ടർസീ കേബിൾസ്. സോ ഇത് നമുക്ക് രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല ഉപകാരപ്പെടുക. ഓക്കെ, ഹോൾ വേൾഡിന് തന്നെ ഉപകാരപ്പെടാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഇത്. ഓക്കെ, ഈ ഒരു സബ്സീ കേബിൾസ് എന്ന് പറയുന്നത്. സോ വി ആർ വർക്കിംഗ് ടുഗെദർ ഓൺ ദി സബ്സീ കേബിൾസ്. സോ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ വേൾഡ്. സോ ഇതൊരു ഗ്ലോബൽ പബ്ലിക് ഗുഡാണ്. ലൈക്ക് ഇന്ത്യയും യുഎസും തമ്മിൽ വി ബിൽഡ് വെരി സേഫ് ആൻഡ് റിലയബിൾ അണ്ടർസീ ഇന്റർനെറ്റ് കേബിൾസ് അല്ലേ. നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് വളരെ റിലയബിൾ ആയിട്ടുള്ള വളരെ സെക്യൂർ ആയിട്ടുള്ള ഇന്റർനെറ്റ് കേബിൾസ് ആണ്. ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രമല്ല ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, ബട്ട് ഇറ്റ് വിൽ ഹെൽപ്സ് ദി ഹോൾ വേൾഡ്. സോ ഈ ഒരു കൈൻഡ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഇത് സെക്യൂരിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് ദി ഇന്റർനെറ്റ് ആക്സസ് ഫോർ മെനി അതർ കൺട്രീസ് അല്ലേ, എസ്പെഷ്യലി അക്രോസ് ഏഷ്യ. അതേപോലെ ആ ഒരു ഇൻഡോ പസഫിക് റീജിയനിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരപ്രദമാവും. ഓക്കെ, സോ ഇന്ത്യയുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെ കോസ്റ്റ് ലൈൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് 11,000 കിലോമീറ്ററിൻ്റെ അടുത്ത് കോസ്റ്റ് ലൈൻ ഉണ്ട്. ആൻഡ് നമ്മുടെ ലൊക്കേഷൻ ഏഷ്യയിൽ ഒരു സെൻട്രൽ ലൊക്കേഷനിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് 17 സബ്സീ കേബിൾസ് മാത്രമേ ഉള്ളൂ. സിംഗപ്പൂരിന് 26 എണ്ണം ഉണ്ട്. ഓക്കെ, നമ്മളെക്കാളും എത്ര ചെറിയ രാജ്യമാണ് സിംഗപ്പൂർ, അവർക്ക് 26 സബ്സീ കേബിൾസ് ഉണ്ട്, നമുക്ക് വെറും 17 സബ്സീ കേബിൾസേ ഉള്ളൂ. This means India can and should build more. Okay, so we have a lot of room to grow, guys. So പിന്നെ ഇവിടെ വരുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു സ്ഥലത്താണ് ഒരുപാട് കേബിൾസ് ഉള്ളത്. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ 17 കേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 15 എണ്ണവും മുംബൈയിലാണ്. ഓക്കെ, സോ 15 ഗോ ത്രൂ ജസ്റ്റ് വൺ സിറ്റി വിച്ച് ഈസ് മുംബൈ. അപ്പോൾ വേറെ 5 സിറ്റീസ് ഉണ്ട്. അതായത് വേറെ 5 സിറ്റീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒന്ന് മുംബൈ നമ്മൾ പറഞ്ഞു, പിന്നെ ചെന്നൈ, കൊച്ചി, അതേപോലെ തൂത്തുക്കുടി നമ്മുടെ എൻ്റെ തിരുവനന്തപുരം. സോ ദീസ് ആർ ദി 5 സിറ്റീസ് ഹാവ് കേബിൾ ലാൻഡിങ് സ്റ്റേഷൻസ്. മുംബൈയിൽ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുംബൈയിൽ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അറ്റാക്ക്, പിന്നെ നമ്മൾ ഫുള്ള് അറിയാലോ നമ്മുടെ അടുത്ത് കിടക്കുന്നതൊക്കെ വളരെ നല്ല ആൾക്കാരായതുകൊണ്ട് ഇവർ മുംബൈ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദാറ്റ് കുഡ് ഡിസ്ട്രപ്റ്റ് മോസ്റ്റ് ഓഫ് ഇന്ത്യാസ് ഇന്റർനെറ്റ്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് കുറച്ച് ഒരു ബാക്കപ്പ് പാത്തുകളാണ്. അതായത് വി നീഡ് എന്താ പറയുക, 2024 ഇപ്പോൾ ഈ ഒരു സബ്സീ കേബിൾസ് റെഡ് സീയിൽ ഉണ്ടായിരുന്ന കുറച്ച് സബ്സീ കേബിൾസ് അവിടെ അറിയാലോ, റെഡ് സീയും അവിടുത്തെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ വളരെ സീനായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ഐ തിങ്ക് ഹൂതീസ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഹൂതീസ് അത് ഡാമേജ് ചെയ്തതാണ്. അവരാണ് ആ ഒരു റെഡ് സീയിൽ കിടന്ന് കളിച്ചിട്ട് ഈ ഒരു സബ്സീ കേബിൾസിനെയൊക്കെ പ്രശ്നം ആക്കിയത്, വിച്ച് കോസ്റ്റ് എ ബിഗ് പ്രോബ്ലം ഇൻ ഇന്റർനെറ്റ് ട്രാഫിക്. സോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഇറ്റ് ഷോഡ് ദി വേൾഡ് ദാറ്റ് നമുക്ക് കുറച്ചും കൂടി ബാക്കപ്പ് റൂട്ടുകൾ വേണം എന്ന് ലോകം ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. ഓക്കെ, എ സ്പ്രെഡ് ഔട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ദാറ്റ് ക്യാൻ റീറൂട്ട് ഡാറ്റ ഇഫ് സംതിങ് ഗോസ് റോങ്. സോ ഇൻ സിമ്പിൾ ടേംസ് നമുക്ക് പറയാൻ കഴിയും, ഇന്ത്യയും യുഎസും തമ്മിൽ വി ആർ വർക്കിംഗ് ടുഗെദർ ടു ബിൽഡ് എ വെരി ബെറ്റർ സേഫ് ഇന്റർനെറ്റ് കേബിൾസ് അണ്ടർ ദ സീ. സോ ഇത് നമ്മുടെ ഇന്ത്യനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇന്ത്യ വിൽ ഗ്രോ much faster and better and will make the world's internet safer. ആൻഡ് വേറെ ഒരു ഏതെങ്കിലും ഒരു കേബിൾ ഫെയിലായി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടെക്നോളജി ഗൈസ്, ഇറ്റ്സ് അബൌട്ട് ഗ്ലോബൽ സെക്യൂരിറ്റി.
അതേപോലെ ഇറ്റ് ഈസ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ഡിജിറ്റൽ പ്രോഗ്രസ്. സോ എങ്ങനെയാണ് ഇന്ത്യക്കും യു എസിനും കൂടിയിട്ട് വാട്ട് ഇന്ത്യ ആൻഡ് യു എസ് നീഡ് ടു ഡു നെക്സ്റ്റ് ടു ഇംപ്രൂവ് അണ്ടർ സീ കേബിൾ സിസ്റ്റം ആൻഡ് ഡിജിറ്റൽ കോപ്പറേഷൻ എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഒന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരുപാട് റൂൾസ് ഉണ്ടല്ലേ. സോ ആ ഒരു റൂൾസ് സിംപ്ലിഫൈ ചെയ്യാതെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. സോ റൈറ്റ് നൗ നമുക്ക് 50ഓളം പെർമിഷൻസ് നമുക്ക് പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ കയ്യിൽ നിന്ന് വേണം. ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് 50ഓളം പെർമിഷൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അണ്ടർ സീ കേബിൾസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കറിയാലേ, ദാറ്റ് ഈസ് വെരി കോംപ്ലക്സ്. സോ ഗവൺമെന്റ് ഇതൊക്കെ ഒരു കട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, ഈ ഒരു റെഡ് ടേപ്പ് ഇത് കട്ട് ഡൗൺ ചെയ്യണം. സോ ദാറ്റ് ഇന്ത്യക്കും അതേപോലെ ഫോറിൻ കമ്പനീസിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നീടുള്ളത്, ഈ ഒരു കേബിൾസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാലോ, വി ഷുഡ് ഫിക്സ് കേബിൾസ് അല്ലേ. അതായത് ഈ ഒരു കേബിൾസിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ ഇന്ത്യൻ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കത് ഫിക്സ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം. സോ നമ്മളിപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോറിൻ ഷിപ്പുകളിലാണ്. ഈ ഒരു അണ്ടർ സീ കേബിൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോറിൻ ഷിപ്പുകളെയാണ്. സോ അതിന് പകരമായിട്ട് നമ്മൾ തന്നെ നമ്മുടേതായിട്ടുള്ള റിപ്പയറിങ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഷിപ്പുകൾ ഉണ്ടാക്കണം അല്ലേ. ഇന്ത്യൻ ഫ്ലാഗ് ഷിപ്സ് നമ്മൾ ഉണ്ടാക്കണം. അതേപോലെ വേറെ ഒരു ലോക്കൽ കേബിൾ റിപ്പയർ ഡിപ്പോസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കണം. സോ വി ക്യാൻ റിപ്പയർ വെരി ക്വിക്ക്ലി അല്ലേ. എന്തെങ്കിലും കേബിൾസ് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കറിയാം, നമ്മുടെ യു എസിന്റെ സപ്പോർട്ട് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ബ്രിങ് ഇൻ മോർ യു എസ് സപ്പോർട്ട്. സോ യു എസിന് ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും അല്ലേ. ഡോളറില്ലേ, ഡോളർ. സോ ഒരുപാട് ഡോളർ ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അവർ ഫൈനാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി സപ്പോർട്ടും അതേപോലെ ടെക്നിക്കൽ ഹെൽപ്പൊക്കെ തരാൻ യു എസിന് കഴിയും. അതേപോലെ തന്നെ നമ്മുടെ മാർക്ക് സക്കർബർഗ് അണ്ണൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, പുള്ളി ഇതിൻ്റെയൊക്കെ ആളാണല്ലോ. പുള്ളിക്ക് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ടെക് കമ്പനീസ് ആയിട്ടുള്ള മെറ്റയൊക്കെ ഈ ഒരു പ്രൊജക്റ്റിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നമ്മൾ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെയധികം നമ്മളെ ഈ ഒരു ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ മെറ്റയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെബ്രുവരിയിൽ 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഒരു ജോയിന്റ് ലീഡർ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ മെറ്റ പറഞ്ഞിരുന്നു. അതായത് മെറ്റ ഈസ് ഗോയിങ് ടു ഇൻവെസ്റ്റ് 50,000 കിലോമീറ്റർ അണ്ടർ സീ കേബിൾ നെറ്റ്വർക്ക്. അതിൽ മെറ്റ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെറ്റ ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ 50,000 കിലോമീറ്റർ അണ്ടർ സീ കേബിൾ നെറ്റ്വർക്ക്. അതെന്തിനാന്ന് വെച്ചാൽ വിച്ച് ഈസ് ടു ബൂസ്റ്റ് കണക്ടിവിറ്റി. ഓക്കെ, ഇന്ത്യൻ ഓഷ്യനിൽ ആ ഒരു കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അണ്ടർ സീ കേബിൾസിൽ 50,000 കിലോമീറ്റർ വരുന്ന അണ്ടർ സീ കേബിൾസിൽ മെറ്റ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് വാസ് മെൻഷൻ ഇൻ ദി ഇന്ത്യ യു എസ് ജോയിന്റ് ലീഡർ സ്റ്റേറ്റ്മെന്റ് ഇൻ ഫെബ്രുവരി 2025. സോ ഇന്ത്യയും യു എസും തമ്മിൽ വി ഷുഡ് ഇൻക്ലൂഡ് സബ്സീ കേബിൾ പ്രൊജക്ട് ആസ് എ കീ പാർട്ട് ഓഫ് അവർ ട്രേഡ് അല്ലേ. ആൻഡ് ആ ഒരു ഡിജിറ്റൽ എഗ്രിമെന്റ്സിന്റെ ഒക്കെ പാർട്ടാക്കണം ഈ ഒരു സബ്സീ കേബിൾ പ്രൊജക്റ്റ് ഒക്കെ. സോ ദിസ് വിൽ ഹെൽപ്പ് ബോത്ത് കൺട്രീസ്. ഓക്കെ, ഇന്ത്യയെയും യു എസിനെയും രണ്ടുപേരെയും ഇത് ഹെൽപ്പ് ചെയ്യും. And we can make our internet system more stronger and supports shared goals in the Indo-Pacific region. So simple terms നമുക്ക് പറയാൻ കഴിയും, ഇത് ഇങ്ങനത്തെ കുറച്ച് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ഒരു കേബിൾസ് ബിൽഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇന്ത്യക്ക് അല്ലേ. So we can be ready to fix cables break without waiting for foreign help. അത് ഇൻ കേസ് ആ ഒരു കേബിൾസ് എന്തെങ്കിലും പണി തന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നേരെയാക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, അല്ലാണ്ട് ഒരിക്കലും വേറെ ഫോറിൻ ഷിപ്പുകളൊക്കെ വന്നിട്ട് നേരെയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ യു എസിൻ്റെ കയ്യിൽ നിന്ന് നല്ല ടെക്നോളജിക്കൽ സപ്പോർട്ടും യു എസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നമ്മൾ ഇവിടെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് വി ക്യാൻ ഇൻക്ലൂഡ് കേബിൾ കോപ്പറേഷൻ ഇൻ ബിഗ് ട്രേഡ് ആൻഡ് ഡിജിറ്റൽ പ്ലാൻസ്. സോ അതത്രേ ഉള്ളൂ ഗൈസ്. ആൻഡ് നെക്സ്റ്റ് we'll go on to മണിപ്പൂർ ഇഷ്യൂ ആണ്. ഹൗ ഈസ് പ്രസിഡൻസ് റൂൾ ഇമ്പോസ്ഡ്. ഒരു മണിപ്പൂർ മറ്റേ ആ ഒരു സീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണത്. സോ ഇതിൻ്റെ ഒരു പ്രിലിംസ് റെലവൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലേ, പ്രസിഡന്റ് റൂൾ എങ്ങനെയാണ് ഇമ്പോസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ
It comes under the Indian polity and governance, like a constitution, political system, panchayat raj, public policy and right issues. സോ ആ ഒരു ടോപ്പിക്കിന് അണ്ടറിൽ വരുന്നതാണ്. അതേപോലെ തന്നെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 2 വരുന്നതാണ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്, issues and challenges pertaining to the federal structure, devolution of powers and finances up to local levels and challenges they are facing. സോ അതാണ് ഈ ഒരു മെയിൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. മെയിൻസിൻ്റെ അണ്ടറിൽ യൂണിയൻ ആൻഡ് സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഫങ്ഷൻസ് റെസ്പോൺസിബിലിറ്റീസും അത്രയേ ഉള്ളൂ, അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അവിടെയുള്ള ഇഷ്യൂസും ചാലഞ്ചസും. സോ അതിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ് അല്ലേ. സോ എന്താണ് ഗായ്സ് അപ്പം മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? സോ ഇപ്പം ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് 10 MLA മണിപ്പൂരിൽ നിന്നുള്ള 10 MLA ഗവർണറിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അവർ ചോദിച്ചു, ദേ ഹാവ് ആസ്ക്ഡ് ടു ഫോം എ ന്യൂ സ്റ്റേറ്റ് ഗവൺമെൻറ്. സോ എന്തുകൊണ്ടാണ് അവിടെ ഒരു ഗവൺമെൻറ് ഇല്ലാത്തത്, നമ്മൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. ഈ ഒരു മണിപ്പൂർ ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അന്നത്തെ ഒരു ന്യൂസിൻ്റെ ബേസിസിലൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. സോ ഫെബ്രുവരി 2025 തൊട്ടിട്ട് മണിപ്പൂരിൽ പ്രസിഡൻസ് റൂളായിരുന്നു അല്ലേ. ഈ ഒരു പ്രസിഡന്റ് റൂൾ എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്നുള്ള സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ഇതിന് ഡയറക്റ്റ്ലി ആ ഒരു സ്റ്റേറ്റിനെ റൺ ചെയ്യുന്നത്. സോ ഇത് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സെക്യൂരിറ്റി സിറ്റുവേഷനാണ്. ഇറ്റ് ഗോട്ട് റിയലി ബാഡ്. അവിടെ വയലൻസും ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഒരു കുക്കി മീത്തി കോൺഫ്ലിക്റ്റ് ഒക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് മെൻഷൻ ചെയ്തിരുന്നു. സോ ഇവിടുത്തെ സ്റ്റേറ്റ് അസംബ്ലിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മണിപ്പൂരിലുള്ള ആ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരെ ഡിസോൾവ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് അണ്ടർ സസ്പെൻഡഡ് ആനിമേഷൻ. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് അസംബ്ലി ഇസ് നോട്ട് ഡിസോൾവ്ഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫങ്ഷനിങ് ഈതർ എന്നുള്ളതാണ്. സോ ഈ ഒരു കറൻ്റ്ലി അവിടെയുള്ള ഒരു അസംബ്ലി, അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് ദേ ക്യാൻ കണ്ടിന്യൂ അൺടിൽ March 2027. സോ ഇൻ സിമ്പിൾ ടേംസ് ഈ ഒരു ന്യൂസ് നമുക്ക് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ, മണിപ്പൂരിൽ ഇപ്പോൾ ഒരു വർക്കിംഗ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, സോ ചില MLA ഇത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇത് ഈ ഒരു സ്റ്റേറ്റിനെ ആ ഒരു അൺട്രസ്റ്റ് ആയിട്ടുള്ള ടൈമിൽ എടുത്തത് ഒരു ഫെബ്രുവരി 2025 എടുത്തത്. ഈ ഒരു അസംബ്ലി ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അസംബ്ലി ഇപ്പോൾ പോസ് ചെയ്തിരിക്കുകയാണ്. അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. ആൻഡ് അവർക്ക് 2 വർഷം കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇനി ബാക്കി. സോ ഈ ഒരു പ്രസിഡന്റ് റൂൾ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം, എന്താണ് പ്രസിഡന്റ് റൂൾ. പ്രസിഡന്റ് റൂൾ എന്ന് വെച്ചാൽ നമുക്ക് സിംപ്ലി പറയാൻ കഴിയും, അതായത് ഇറ്റ് ഈസ് വെൻ ദി സെൻട്രൽ ഗവൺമെന്റ് ടേക്ക് ഓവർ ദി റണ്ണിങ് ഓഫ് എ സ്റ്റേറ്റ്. ബിക്കോസ് ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റിന്റെ ആ ഒരു റണ്ണിങ് റെസ്പോൺസിബിലിറ്റി സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. ഓക്കെ, സോ ഇത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ആർട്ടിക്കിൾ 356 പ്രകാരം ഇതിങ്ങനെ ചെയ്യാൻ സാധിക്കും. സോ ഇത് എപ്പോഴാണ് ഇമ്പോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മണിപ്പൂരിൻ്റെ ഇഷ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റിനെ ഇഫ് ദേ കാൺ ഫോളോ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ആ ഒരു സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ വരികയാണ്. ഇഫ് ദേ ഫെയിൽ ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, അപ്പോൾ ഗവൺമെൻറ്റിന് ആ ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർക്ക് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു റിപ്പോർട്ട് അയക്കാൻ പറ്റും. ഗവർണർ ക്യാൻ സെൻഡ് എ റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സോ ആ ഒരു റിപ്പോർട്ട് പ്രകാരമോ അതല്ലാതെയോ, ഓക്കെ, ആ ഒരു റിപ്പോർട്ട് പ്രകാരം പ്രസിഡന്റ് എന്തായാലും നടപടി എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതില്ലാതെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ ഒക്കെ അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആ ഒരു സ്റ്റേറ്റിന്റെ അണ്ടറിൽ നിൽക്കാത്ത പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ ഒരു പ്രസിഡന്റിന് അവിടെ പ്രസിഡന്റ് റൂള് ഇമ്പോസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇനി എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ വന്നുകൊണ്ട് പറയാണ്, ഈ ഒരു ആർട്ടിക്കിൾ 365 പ്രകാരം നമുക്ക് ഇതിൽ സീന് വരാനുള്ള ഒരു ഇഷ്യൂ കൂടി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാമല്ലേ, സെൻട്രൽ ഗവൺമെന്റ് റൂൾ ചെയ്യുന്ന ആ ഒരു പാർട്ടി അല്ലാതെ ബാക്കി ഏത് പാർട്ടി റൂൾ ചെയ്യുന്ന സ്റ്റേറ്റ്സിലൊക്കെ ഇവരിപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ആർട്ടിക്കിൾ 365 വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്ഷൻസ് ഒരു സ്റ്റേറ്റ് അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രസിഡന്റ്സ് റൂൾ ഇമ്പോസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴാണാവോ അത് പെട്ടെന്നൊരു ദിവസം പറയാണ് ഇവിടെ പ്രസിഡൻസ് റൂളാണ്, നിങ്ങൾ നമ്മുടെ ഡയറക്ഷൻസ് ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് അനുസരിക്കേണ്ടി വരും. സോ ഇത് എങ്ങനെയാണ് അപ്രൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു പ്രൊക്ലമേഷൻ വന്നു കഴിഞ്ഞാൽ 2 ഹൗസസും അത് അപ്രൂവ് ചെയ്യണം. ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ 2 മാസത്തിനുള്ളത് അപ്രൂവ് ചെയ്യണം. ഓക്കെ, ഒരു സിമ്പിൾ മെജോറിറ്റി മതി.
അതായത് നോ പറയുന്ന ആൾക്കാരെ കൂടുതൽ അല്ല, മോർ യെസ് വോട്ട്സ് ദാൻ നോ വോട്ട്സ് അങ്ങനെ പറയാം. ഒരു സിമ്പിൾ മെജോറിറ്റി മതി. സോ എന്താണ് സിമ്പിൾ മെജോറിറ്റി, എന്താണ് മേജർ മെജോറിറ്റി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പോളിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു പ്രസിഡൻസ് റൂൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് എത്ര നാൾ വരെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ജീവിതകാലം ഫുള്ള് പ്രസിഡൻസ് റൂളാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. ഒരു തവണ പ്രസിഡൻസ് റൂൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇറ്റ് ലാസ്റ്റ് ഫോർ 6 months ആൻഡ് 6 മാസം കഴിയുമ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ 3 വർഷത്തിൽ കൂടുതൽ അത് എക്സ്റ്റെൻഡ് ചെയ്യരുത്, നോട്ട് ബിയോണ്ട് 3 years ഇൻ ടോട്ടൽ. ആൻഡ് ഇപ്പോൾ ഒരു പുതിയ സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടെ ഫോം ചെയ്യാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ്, ആ ഒരു ലോ ആൻഡ് ഓർഡറും കാര്യങ്ങളൊക്കെ നോർമൽ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി സ്റ്റോപ്ഡ് ഏർലിയർ ഇഫ് എ ന്യൂ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് ഫോംഡ്. സോ ഹൂ റൺസ് ദി സ്റ്റേറ്റ്? ഈ ഒരു പ്രസിഡൻസ് റൂളിൽ നമ്മൾ പറഞ്ഞു ഗവർണർ വഴി സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും റൂൾ ചെയ്യുക. ഓക്കെ, പ്രസിഡൻസ് റൂൾ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഗവർണർ വഴി സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ആ ഒരു സ്റ്റേറ്റ് റൺ ചെയ്യാൻ പോകുന്നത്. സോ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഫ് ദേ ഫെയിൽസ് ടു ഫങ്ഷൻ പ്രോപ്പർലി ദ പ്രസിഡന്റ് ക്യാൻ ടേക്ക് കൺട്രോൾ. സോ ഇത് ഒരു ടെമ്പററി ആണ് ആൻഡ് ഇത് പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ ഇവിടെ നിർബന്ധമാണ്. സോ ഈ ഒരു പ്രസിഡന്റ് റൂൾ എന്തിനാണ് ഇമ്പോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ലോ ആൻഡ് ഓർഡറും അതേപോലെ അവിടുത്തെ ആ ഒരു ഗവർണൻസിൻ്റെ ഇഷ്യൂ ഒക്കെ റീസ്റ്റോർ ചെയ്യാനാണ്, അൺടിൽ എ ന്യൂ ഓർ സ്റ്റേബിൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇസ് ഫോംഡ്. സോ ഗായ്സ്, അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞു ഈ ഒരു 356 ആർട്ടിക്കിൾ പ്രകാരം പ്രസിഡന്റ് റൂള് അങ്ങനെ എല്ലാവിടെയും ഒന്നും വെറുതെ പോയിട്ട് പ്രസിഡന്റ് റൂൾ ആക്കാനൊന്നും പറ്റില്ല. അവിടെ കോടതിക്ക് ഇടപെടാം. ഓക്കെ, സോ അവിടെ നമുക്ക് പറയേണ്ട ഒരു കേസ് SR ബൊമ്മൈ കേസാണ്. സോ എന്താണ് SR ബൊമ്മൈ കേസ് എന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതായത് കുറച്ച് മുമ്പ് ആദ്യം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ വന്ന് ആ ഒരു വർഷങ്ങളിലൊക്കെ കോർട്ടൊന്നും the early years court didn't interfere when the central government imposed president's rule. സോ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിട്ടാണ് കണ്ടിരുന്നത്, ഒരു ലീഗൽ ഇഷ്യൂ ആയിട്ടല്ല. ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ. പക്ഷേ ദെൻ കേം എ ബിഗ് ചേഞ്ച് ഗൈസ്. അതാണ് നമ്മുടെ SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ഓഫ് 1994. ഇറ്റ് ഈസ് എ വെരി ലാൻഡ്മാർക്ക് സുപ്രീം കോർട്ട് കേസ്. ഓക്കെ, സോ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ വന്ന കീ പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആർട്ടിക്കിൾ 356 വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കോടതി പറഞ്ഞു. സോ പ്രസിഡൻസ് റൂള് അത് ഇമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി, ഇറ്റ് ഷുഡ് ബി ഇമ്പോസ്ഡ് ഓൺലി വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രേക്സ് ഡൗൺ ഇൻ എ സ്റ്റേറ്റ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റേറ്റിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ അത് ഇമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഒരു ലോ ആൻഡ് ഓർഡർ ട്രബിൾ ഉണ്ട് എന്നാൽ നമുക്ക് പ്രസിഡൻസ് റൂൾ അവിടെ ഇടാന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നോട്ട് ജസ്റ്റ് ബിക്കോസ് ദർ ഇസ് എ ലോ ആൻഡ് ഓർഡർ ട്രബിൾ. സോ അതായത് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ഇഫ് എ ഗവൺമെൻറ് ലോസസ് ഇറ്റ്സ് മെജോറിറ്റി ഇൻ ദി അസംബ്ലി, ഓക്കെ, that's a valid reason, but just protest or unrest may not be. ഓക്കെ, സോ കോർട്ടിന് ചെക്ക് ചെയ്യാം, അതായത് ഇത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് കോർട്ടിന് ചെക്ക് ചെയ്യാമെന്ന് കോർട്ട് പറഞ്ഞു. ഓക്കെ, ദ കോർട്ട് സെഡ് ദാറ്റ് ദി യൂസ് ഓഫ് ആർട്ടിക്കിൾ 356 ക്യാൻ ബി റിവ്യൂഡ് ബൈ ദ ജുഡീഷ്യറി. ഓക്കെ, ആർട്ടിക്കിൾ 356 റിവ്യൂ ചെയ്യാനുള്ള അധികാരം കോടതിക്ക് ഉണ്ട് എന്ന് കോടതി പറഞ്ഞു. ഓക്കെ, അതൊരു പൊളിറ്റിക്കൽ റീസണ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ അൺഫെയർ ആയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ, അതായത് ഒപ്പോസിഷൻ ലെഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അവർക്കെതിരെ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അൺഫെയർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോർട്ടിനത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാം എന്ന് കോടതി പറഞ്ഞു. സോ പിന്നെ പറഞ്ഞത്, ഈ ഒരു അസംബ്ലി, അതായത് അസംബ്ലി ഷുഡ് നോട്ട് ബി ഡിസോൾവ്ഡ് ഇമ്മീഡിയറ്റ്ലി. അതായത് പ്രസിഡൻസ് റൂൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു സ്റ്റേറ്റ് അസംബ്ലി അത് സഡൻ ആയിട്ട് ഡിസോൾവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിസോൾവ്ഡ് ഇമ്മീഡിയറ്റ്ലി. സോ അതൊരു സസ്പെൻഡഡ് ആനിമേഷനിലായിരിക്കും, അത് ഹോൾഡ് ചെയ്യപ്പെടും ആൻഡ് ഓൺലി ഡിസോൾവ്ഡ് ഇഫ് പാർലമെൻറ്റ് അപ്രൂവ്സ് ദ റൂൾ എന്നുള്ളതാണ്. സോ ഈ ഒരു 1994 ഈ ഒരു കേസിന് മുമ്പ് ഈ ഒരു പ്രസിഡൻസ് റൂള് കോടതി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, പക്ഷേ ഈ ഒരു SR ബൊമ്മൈ കേസ് അതൊക്കെ മാറ്റിമറിച്ചു. സോ അത് വളരെ നെസസറി ആയിട്ട് അതവിടെ ആവശ്യമുണ്ട്, അത്രയും പ്രശ്നമാണ് അവിടുത്തെ അവസ്ഥ എന്നുണ്ടെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് വെൻ അബ്സല്യൂട്ട് നെസസറി.
സോ അത് മിസ്യൂസ് ചെയ്യുകയാണ്, പ്രസിഡൻസ് റൂൾ മിസ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാം എന്ന് കോടതി പറഞ്ഞു. ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് cannot be dissolved right away without approval. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് ഒരു പാർട്ടിക്കും നമ്മുടെ മണിപ്പൂരിൽ മെജോറിറ്റി ഇല്ല, അതായത് ആർക്കും അവിടെ ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വാട്ട് ഹാപ്പൻസ് വെൻ പ്രസിഡൻസ് റൂൾ ഈസ് ഇമ്പോസ്ഡ് ഡ്യൂ ടു നോ മെജോറിറ്റി ഗവൺമെൻറ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഇത് മണിപ്പൂരിൽ എങ്ങനെയാണ്, വാട്ട് ഇറ്റ് മീൻ ഫോർ മണിപ്പൂർ എന്നുള്ളത് കൂടി നമ്മൾ നോക്കും. സോ ഒരു പാർട്ടിക്കും അവിടെ മെജോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ പൊളിറ്റിക്കൽ പാർട്ടിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിനോ അവർക്ക് അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ആ ഒരു സ്റ്റേറ്റിൽ ഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാം. ഓക്കെ, ഇഫ് നോ പൊളിറ്റിക്കൽ പാർട്ടി ഓർ ഗ്രൂപ്പ് ക്യാൻ ഫോം എ സ്റ്റേബിൾ ഗവൺമെൻറ് ഇൻ എ സ്റ്റേറ്റ്, പ്രസിഡൻസ് റൂൾ ഈസ് ഇമ്പോസ്ഡ്. സോ അവിടെ ഫ്രഷ് ആയിട്ട് ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കും. സോ ആൾക്കാർക്ക് അവരുടെ പുതിയ നേതാക്കന്മാരെയൊക്കെ ചൂസ് ചെയ്യാനുള്ള അവസരം കൊടുക്കും. പക്ഷേ ഇലക്ഷന് ശേഷം, അതായത് ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലയൻസോ അവിടെ മെജോറിറ്റി വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ് ആയിരിക്കും അവിടെ ഒരു ചാർജ് ഏറ്റെടുക്കും. അപ്പോൾ നമ്മുടെ പ്രസിഡൻസ് റൂള് എൻഡ് ആവും. സോ മണിപ്പൂരിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മണിപ്പൂർ അസംബ്ലി നമ്മൾ പറഞ്ഞു, മണിപ്പൂർ ഇപ്പോൾ അവരുടെ നിലവിലുള്ള ആ ഒരു ഗവൺമെൻറ്റിന് 18 മാസം കൂടി സമയമുണ്ട്. ഓക്കെ, മാർച്ച് 2027 അവരുടെ ആ ഒരു ടേം അവസാനിക്കുള്ളൂ. സോ ഇത് എന്താണ് കാണിക്കുന്നത്? ദിസ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ അർജൻറ്റ് നീഡ് ഫോർ ഫ്രഷ് എലക്ഷൻസ്, അല്ലേ? ഇപ്പോൾ സഡനായിട്ട് ഇപ്പോൾ എലക്ഷൻ നടത്തിയിട്ട് പുതിയ ഗവൺമെൻറ് വരേണ്ട സാഹചര്യം അവിടെ ഇല്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ന്യൂസിൽ ഇന്ന് പറഞ്ഞതുപോലെ, അതായത് ഇപ്പോൾ ഒരു 10 MLA പോയിട്ട് ചോദിച്ചല്ലോ ഗവർണറുടെ അടുത്ത്, ഞങ്ങൾ സെറ്റാക്കിക്കോട്ടെ എന്ന്. സോ ഇൻസ്റ്റഡ് ഇഫ് എനി ഗ്രൂപ്പ് ഓഫ് MLAs like the recent 10 can prove majority support and public confidence, they can form a government. Okay, so ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം വി ആർ എ ഡെമോക്രാറ്റിക് നേഷൻ ആൻഡ് ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് വേണ്ടതല്ല. ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ദാൻ ടു സ്റ്റേ അണ്ടർ central control for a very long time. So ഒരു ന്യൂ ഗവൺമെൻറ് it should represent the will of the people and the assembly, അല്ലേ? അതായത് it must be trusted by both the MLAs and the publics. So in simple terms we can say that അതായത് ഒരാൾക്ക് മെജോറിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ elections are usually held there. പക്ഷെ മണിപ്പൂരിൻ്റെ കേസിൽ ഇപ്പോൾ സമയം അവർക്ക് ബാക്കിയുണ്ട്. സോ ഒരു പുതിയ ഒരു മെജോറിറ്റി ബാക്ക്ഡ് ഗവൺമെൻറ് ഇറ്റ് ക്യാൻ ബി ഫോംഡ് നൗ. Okay, no need to wait for new elections എന്നുള്ളതാണ്. So this would end the president's rule and bring back democratic governance in the state. So ഇത് ഇവിടെ നമുക്ക് അത്രേ നോക്കാനുള്ളൂ ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് വാട്ട് വുഡ് എ ഫ്രഞ്ച് ന്യൂക്ലിയർ അംബ്രല്ല മീൻ ഫോർ യൂറോപ്പ് എന്നുള്ളതാണ്. സോ പ്രിലിംസിൽ നമുക്കറിയാം കറണ്ട് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. ആൻഡ് മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്. എഫക്ട്സ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. സോ ഈ ഒരു ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു നമ്മുടെ മെയ് 14 നമ്മുടെ ഫ്രഞ്ച് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ പറഞ്ഞു, ഫ്രഞ്ച് ന്യൂക്ലിയർ വെപ്പൺസൊക്കെ വേറെ യൂറോപ്യൻ കൺട്രീസിന് വേണ്ടി ഷെയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, ഫ്രാൻസിൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ബാക്കിയുള്ള ഒരു യൂറോപ്യൻ കൺട്രീസിൽ അവർക്കൊക്കെ അവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഹീസ് ഓപ്പൺ ടു പുട്ടിങ് ഫ്രഞ്ച് ന്യൂക്ലിയർ വെപ്പൺസ് ഇൻ അതർ യൂറോപ്യൻ കൺട്രീസ്. അദ്ദേഹം ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഒരു റഷ്യ യുക്രൈൻ വാർ കാരണമാണ്, അല്ലേ? ദർ ആർ ഗ്രോയിങ് ഫിയേഴ്സ് ഇൻ യൂറോപ്പ് ഡ്യൂ ടു ദി റഷ്യ-യുക്രൈൻ വാർ. സോ മാക്രോൺ വാണ്ട് യൂറോപ്പ് ടു ബി ഏബിൾ ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ്. ഓക്കെ, അതായത് US-ഉം അല്ലെങ്കിൽ വേറെ അലയൻസിലൊന്നും അധികം ഡിപ്പെൻഡ് ചെയ്യാണ്ട്, വേറെ ആരെയും അധികം റിലേ ചെയ്യാണ്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു അതിനു വേണ്ടിയിട്ടാണ് മാക്രോൺ അങ്ങനെ പറഞ്ഞത്. മാക്രോൺ വാണ്ട്സ് യൂറോപ്പ് ടു ബി ഏബിൾ ടു ഡിഫെൻഡ് ഇറ്റ് സെൽഫ് ബെറ്റർ ആൻഡ് നോട്ട് റിലേ ടു മച്ച് ഓൺ അതേഴ്സ് ലൈക്ക് US. സോ ഇത് പറഞ്ഞതൊരു സോർബൺ യൂണിവേഴ്സിറ്റിയിൽ, ഇൻ എ സ്പീച്ച് അറ്റ് സോർബൺ യൂണിവേഴ്സിറ്റി, ഹി സെഡ് യൂറോപ്പ് ഷുഡ് ബി സ്ട്രോങ്ങർ ആൻഡ് മോർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആവാനും കുറച്ചും കൂടി സ്ട്രോങ് ആവാനും വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അതായത് ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഇപ്പോൾ വളരെയധികം ടെൻഷനിലാണ്. അതായത് അവരുടെ മെയിൻ ഫ്രണ്ടാണല്ലോ US. സോ US ഇപ്പോൾ പിന്നെ US-ലിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലൊരാളായത് കാരണം പുള്ളിയെ പിന്നെ വിശ്വസിക്കാനും പറ്റും. സോ US മൈറ്റ് നോട്ട് ഓൾവേസ് പ്രൊട്ടക്ട് ദം.
അല്ലേ? അതായത് എസ്പെഷ്യലി ആഫ്റ്റർ ദി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, നമ്മുടെ ട്രംപ് വന്നതിന് ശേഷം ട്രംപ് ഒരു കാര്യം, ഇപ്പം നാറ്റോ ഇല്ലേ, നമ്മുടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. സോ അപ്പോൾ ഈ ഒരു നാറ്റോ പ്രകാരം നമുക്കറിയാം, നാറ്റോയിലുള്ള കൺട്രീസിനെ ഏതെങ്കിലും ഒരാൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ളൊരു അറ്റാക്കായിട്ട് കരുതിയിട്ട് നമ്മൾ തിരിച്ചടിക്കുമെന്നാണല്ലോ. പക്ഷെ ട്രംപ് പറഞ്ഞു അതൊക്കെ ശരി, അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക, പക്ഷേ ഏതൊക്കെ രാജ്യങ്ങളാണോ അവരുടെ ഡിഫൻസിൽ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നത് അവരെ മാത്രമേ നമ്മൾ സഹായിക്കുള്ളൂ എന്ന് പറഞ്ഞു ട്രംപ്. ഓക്കെ, അല്ലാണ്ട് എല്ലാവരെയും സഹായിക്കില്ല. നിങ്ങൾ ഡിഫൻസിൽ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ സഹായിക്കും, അല്ലാണ്ട് നിങ്ങൾ ഡിഫൻസിലൊന്നും നോക്കാണ്ട് ഞങ്ങളെ മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നോക്കിയിരിക്കുകയുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞത്. സോ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു നമ്മുടെ മാക്രോൺ പറഞ്ഞു, അതായത് ഞങ്ങളുടെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ബാക്കി യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ന്യൂക്ലിയർ ഇത് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ? സോ അതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. സോ ന്യൂക്ലിയർ ഷെയറിങ് മീൻസ് എ കൺട്രി ലൈക്ക് വിത്ത് ന്യൂക്ലിയർ വെപ്പൺസ് പ്ലേസ് സം ഇൻ ഇറ്റ്സ് അലൈസ് കൺട്രീസ്. പക്ഷേ അതിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ബട്ട് കീപ്സ് ദി കൺട്രോൾ ഓവർ ദം. അപ്പോൾ ഒരു ന്യൂക്ലിയർ ഷെയറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കൺട്രി, ന്യൂക്ലിയർ വെപ്പണുള്ള ഒരു കൺട്രി, അവരുടെ ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അലൈഡ് കൺട്രിയിൽ അവർക്ക് അത് പ്ലേസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ആ ഒരു കൺട്രിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും. ഏത് അലൈഡ് കൺട്രിയുടെ കയ്യിലല്ല, അത് ഡെവലപ്പ് ചെയ്ത ഇപ്പോൾ ഫ്രഞ്ച് ആണെന്നുണ്ടെങ്കിൽ, ഫ്രാൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രാൻസിൻ്റെ കയ്യിലായിരിക്കും അതിൻ്റെ കൺട്രോൾ ഉണ്ടാവുക. ഇപ്പോൾ നാറ്റോൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ US നാറ്റോ പ്രകാരം ഒരുപാട് ന്യൂക്ലിയർ ബോംബ്സ് ബെൽജിയത്തിലും ജർമ്മനിയിലും ഇറ്റലിയിലും നെതർലാൻഡിലും ടർക്കിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ബോംബുകൾ ആ ഒരു വേറെ വേറെ കൺട്രീസിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്കിൽ കൂടി US സ്റ്റിൽ ഓൺസ് ദം. ഓക്കെ, അത് എങ്ങനെ യൂസ് ചെയ്യണം, അത് യൂസ് ചെയ്യണോ എന്നുള്ള ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുക US തന്നെയായിരിക്കും. സോ ഈ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു കോൾഡ് വാറിൻ്റെ സമയത്താണ്. ആ ഒരു നാറ്റോ കൺട്രീസ് ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്, ആൻഡ് വി ഷെയർ ദി റിസ്ക് ഓഫ് ഡിഫൻസ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൾഡ് വാറിൻ്റെ ടൈമിലാണ് ഇത് തുടങ്ങിയത്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ന്യൂസിൽ പറഞ്ഞ പോലെ ഈ ഒരു ഫ്രഞ്ച് ന്യൂക്ലിയർ അംബർല അതിൻ്റെ ഒരു ഫീസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഫ്രാൻസിൻ്റെ കയ്യിൽ ഒരു 290ഓളം ന്യൂക്ലിയർ വാർ ഹെഡ്സ് ഉണ്ട്. സോ അവർക്കത് സബ്മറൈൻസ് നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മിസൈൽ ടൈപ്പിൽ അവരുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റഫേൽ ഫൈറ്റർ ജെറ്റ്സ് നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന മിസൈൽ, അങ്ങനെ അവർക്ക് റഫേലിൽ നിന്ന് അത് ഡ്രോപ്പ് ചെയ്യാം. പക്ഷേ 2023 റിപ്പോർട്ട് പ്രകാരം they said that if France wants to protect other countries, അതായത് ഒരു എക്സ്റ്റെൻഡഡ് ഡിറ്ററൻസ് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ആവശ്യകതയുണ്ട് ടു ബി ടേക്കൺ സീരിയസ്ലി. പക്ഷെ ഇവിടെ വരുന്ന പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു സെൻഡ് റഫേൽ ജെറ്റ്സ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റംസ് ടു അതർ കൺട്രീസ്. അതെ, അതായത് റഫേൽ ജെറ്റ്സും സപ്പോർട്ട് സിസ്റ്റം ഒക്കെ വേറൊരു കൺട്രിയിലേക്ക് പെട്ടെന്ന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി പാടായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഓൾസോ കോംപ്ലിക്കേറ്റഡ് ടു സെറ്റപ്പ് വെരി സേഫും സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റംസ് ഒരു വേറൊരു രാജ്യത്ത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെ അത് ഷെയർ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ കോംപ്ലിക്കേഷനാണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് ടു സെറ്റപ്പ് സേഫ് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം ഫോർ ഷെയർഡ് കൺട്രോൾ വിത്ത് അതർ നേഷൻസ്. സോ നമ്മളിത് നോക്കാനുള്ള ഒരു ലാസ്റ്റ് ടോപ്പിക് എന്നുള്ളത് ഒരു വിൽ ലുക്ക് ഓൺ ടു ദ ലീഗൽ ക്വസ്റ്റ്യൻസ് അണ്ടർ ദി ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. ഓക്കെ, NPT. സോ ഈ ഒരു 1968 ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി NPT, ആ ഒരു ട്രീറ്റി പ്രകാരം ന്യൂക്ലിയർ കൺട്രീസിന് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ വേറൊരു രാജ്യത്തിന് കൊടുക്കാൻ സാധിക്കില്ല. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ കൂടി നാറ്റോ സേസ് ഇറ്റ്സ് നോട്ട് ബ്രേക്കിംഗ് ദ റൂൾസ്. ഓക്കെ, നാറ്റോ പറയുന്നത് ഇതൊരിക്കലും റൂൾസ് ബ്രേക്ക് ചെയ്യലല്ല. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, US സ്റ്റിൽ ഓൺസ് ആൻഡ് കൺട്രോൾസ് വെപ്പൺസ് ഡ്യൂറിങ് പീസ് ടൈം. അപ്പോൾ പറഞ്ഞു, നമ്മുടെ US വേറെ പല യൂറോപ്യൻ കൺട്രീസിലും അതുണ്ട്, അതിൻ്റെ കൺട്രോളൊക്കെ US കയ്യിലാണ്. ഒരു പീസായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. പക്ഷേ ഒരുപാട് എക്സ്പേർട്സും അതേപോലെ പീസ് ഗ്രൂപ്പ്സൊക്കെ പറയുന്നത് ദേ ഡിസഗ്രി, അവരിത് ശരിയല്ല എന്നാണ് പറയുന്നത്. ആൻഡ് അവർ പറയുന്നത് ഇറ്റ് സേസ് ദാറ്റ് നാറ്റോൻ്റെ ഈ ഒരു ന്യൂക്ലിയർ ഷെയറിങ് ഇറ്റ് മൈറ്റ് സ്റ്റിൽ ഗോ അഗെയിൻസ്റ്റ് ദി ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി NPT ട്രീറ്റി എന്നുള്ളതാണ്. സോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര 4 ന്യൂസിൽ നിർത്തുകയാണ്. ഓക്കെ, സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവാണ് അല്ലേ.
ദ ഹിന്ദു ഡീകോഡ് എന്നുള്ളത് നമ്മുടെ ജിയോയിഡിൻ്റെ പുതിയൊരു ഇനീഷ്യേറ്റീവാണ്. സോ ഇതിന് മുമ്പ് വരെ നമ്മൾ ഒരു ന്യൂസൊക്കെ ആയിരുന്നു ഒരു ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ആൻഡ് പിന്നീട് നമ്മളിപ്പോൾ ഏകദേശം 3 to 4 ന്യൂസ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഭാവിയിൽ അത് കൂടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം ആവശ്യമാണ്. സോ ഈ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.